പണ്ട് സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശില വായിച്ചപ്പോൾ ഉള്ളിൽ കയറിക്കൊളുത്തിയ ഒരു പ്രയോഗമായിരുന്നു ഉപാധികളില്ലാത്ത സ്നേഹം എന്നത്. ആർക്ക്, എന്തിന്, എത്ര എന്നതിനൊന്നും ഉപാധി വയ്ക്കാതെ അനന്തമായി ഒരാളെ അല്ലെങ്കിൽ ഒന്നിനെ സ്നേഹിക്കാൻ കഴിയുന്നതിനെ മഹത്തരമായൊരു കാര്യമായിട്ടാണ് അന്ന് തോന്നിയിരുന്നത്. പക്ഷേ ഈ അടുത്ത് ജിസ്മ ഫൈസിൻ്റെ എൻ്റെ അരുമയായ പക്ഷിക്ക് എന്ന നോവൽ വായിച്ചപ്പോഴാണ് ഉപാധികളില്ലാത്ത സ്നേഹം എന്ന കോൺസെപ്റ്റിൻ്റെ അപകടം തെളിഞ്ഞത്. ഒരു കോളേജ് ലൈബ്രറിയിൽ വെച്ച് പരിചയപ്പെടുന്ന നന്ദനും ഐഷയും ഒരു പുസ്തകത്തിൽ തന്നെ താല്പര്യം കാണിക്കുന്നവരെ വായിക്കുമ്പോൾ ചിലർക്കെങ്കിലും അനിയത്തിപ്രാവിലെ ലവ് ആൻഡ് ലവ് ഓൺലി എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട രംഗം ഓർമ്മ വന്നേക്കാം. ആദ്യ കാഴ്ചയിൽ തന്നെ നന്ദന് ഐഷയോട് അഗാധമായ പ്രണയം തോന്നുന്നു. 3 ദിവസത്തെ പരിചയം നന്ദനെ കൊണ്ടെത്തിക്കുന്ന പ്രണയ തീവ്രതയുടെ ആഴം കാണുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കോണ്ടാക്റ്റുകളൊന്നും ഇല്ലാതെ 5 വർഷം കഴിഞ്ഞിട്ടും പ്രണയത്തിന് യാതൊരുവിധ തട്ടുകേടും സംഭവിച്ചിരുന്നില്ല. ഒന്നിക്കാൻ സാധിക്കില്ലെന്നറിഞ്ഞിട്ടും വീണ്ടും അവർ പ്രണയിക്കുന്നു. ഇനിയാണ് നേരത്തെ പറഞ്ഞ ആ അപകടം കടന്നു വരുന്നത്. ഐഷയെ ഇത്രമേൽ സ്നേഹിക്കുന്ന അവസ്ഥയിൽ തന്നെ നന്ദൻ ലക്ഷ്മി എന്ന പെൺകുട്ടിയുമായി സ്നേഹത്തിലാവുകയും അത് കല്യാണം വരെ എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ഒരേ അറയിൽ എങ്ങനെയാണ്, ഒരേ തട്ടിൽ എങ്ങനെയാണ് 2 മനുഷ്യരെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത്? അതിന് നല്ല മലയാളത്തിൽ പറയുന്നത് ചതി, വഞ്ചന എന്നൊക്കെയാണ്. അത് കല്യാണം കഴിഞ്ഞ ശേഷമാണെങ്കിൽ അതിന് പറയുക അവിഹിതം എന്നുമാണ്. ഇവിടെ ലക്ഷ്മിയുമായി കല്യാണം കഴിഞ്ഞ ശേഷവും നന്ദൻ ഐഷയെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എന്നിട്ടും എഴുത്തുകാരി അതിനെ വിളിക്കുന്നത് പ്രണയമെന്നാണ്. എന്നിട്ട് സങ്കടകരമായ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയുടെയും നന്ദൻ്റെയും മകളായ ജാനകിയെ ഐഷയുമായി നല്ല സ്നേഹബന്ധത്തിലാക്കുന്നുണ്ട്. ലക്ഷ്മിയെക്കാളും ജാനകി ഐഷയെ സ്നേഹിക്കുന്നു. ഇതൊക്കെ ഒരു പക്ഷേ എനിക്ക് മാത്രമായിരിക്കാം പ്രശ്നമായി തോന്നുന്നത്. വാട്ടെവർ, പ്രണയത്തെക്കുറിച്ച് നല്ല വാക്യങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ ഒരു വായനക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് ഒട്ടും ഒത്തുപോകാൻ കഴിയാത്ത പ്രണയമാണ് ഇതിനുള്ളിലുള്ളത്. അവിഹിതം എന്ന വിസർജ്യത്തെ സുഗന്ധം പൂശി വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ് വായനക്കാർക്ക് മുമ്പിൽ വെച്ച പോലെയാണ്. കൂടാതെ ക്ലീശയായിട്ടുള്ള കുറേ രംഗങ്ങളും മടുപ്പുളവാക്കുന്നുണ്ട്. ഞാനൊരു പുസ്തകത്തെയും ഇത്തരത്തിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ ഓർമ്മ. അതിന് കാരണം എത്രയൊക്കെ വിയോജിപ്പുകൾ ഉണ്ടായാലും അതിന് മേലെ നിൽക്കുന്ന എന്തൊക്കെയോ ആ പുസ്തകം തരുന്നുണ്ടായിരുന്നു. എഴുത്തുകാർക്ക് വിമർശനങ്ങളെയും സ്വീകരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. നല്ല പുസ്തകങ്ങൾ എഴുതാൻ എഴുത്തുകാർക്കും, നല്ല പുസ്തകങ്ങൾ ഇറക്കാൻ പ്രസാധകർക്കും, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ വായനക്കാർക്കും ഈ ഒരു അവതരണം പ്രചോദനമാകട്ടെ എന്നത് മാത്രമാണ് ഉദ്ദേശം. നന്ദി.